ആണ് ഒരു ജീപ്പ് ഓണറിൻ്റെ വിഷമങ്ങൾ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ജീപ്പ് ഭയങ്കര ഇഷ്ടമുള്ളവരല്ലേ? ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും ജീപ്പിനുണ്ട്. രാവിലെ തന്നെ പണി കിട്ടി ഗൈസ്. ഈ ഒരു പണി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാനുണ്ട്. ജീപ്പുള്ളവർ ഞാൻ കാണിച്ചു തരാം എന്താ പണി. നമ്മളെ സഹായിക്കാൻ സതീഷ് വന്നിരിക്കുകയാണ്. കത്തി പോയി. സതീഷ് എന്ന് പറഞ്ഞാൽ നിന്നെ ആർക്കും അറിയില്ല കേട്ടോ. അപ്പം മിക്കവാറും പുരുഷമായിട്ട് കമൻ്റ് ഇടും. ഇതാണ് അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ ഇത് വണ്ടിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ വണ്ടി ഐഗർ വേണ്ട, ഇതിപ്പോൾ റിലീസാക്കണം. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഐഗർ വരും. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഐഗർ റിലീസാവും. ഇതിപ്പോൾ ഉണ്ടോ അനങ്ങുന്നില്ല, ഗിയർ അനങ്ങുന്നില്ല. ഉണ്ടോ പെട്ടി. ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇത് നോർമൽ ഗിയറല്ല, ഇതിലിട്ട് വേണ്ട കൊടുക്കും. വണ്ടി പോകുന്നില്ല. വേണ്ട അവിടെ തന്നെ ഇൻവെർട്ടറിൽ തന്നെ നിൽക്കുന്നത്. വണ്ടി പോകില്ല. ഇനി ഏത് ഗിയർ ഇട്ടാലും പോകില്ല. വേണ്ട ഇപ്പം എന്ത് ചെയ്യും? ഇപ്പോൾ ആണ് ഇനി ഒരു വഴിയുള്ളൂ. ആ ഐഗിയർ ന്യൂട്രൽ വീണ രണ്ട് ഇതുപോലത്തെ ലിവറാണ്. അതിപ്പോൾ അകത്ത് കയറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാ ഈ സാധനം കണ്ടോ? ഈ കാണുന്നത് ഈ ലിവർ ഒന്ന് കയറിയും ഒന്ന് ഇറങ്ങിയല്ലേ. ഈ താഴെയുള്ള അങ്ങോട്ട് കയറി നിൽക്കുന്ന ലിവർ മുമ്പിലേക്ക് തള്ളി അഡ്ജസ്റ്റ് ചെയ്യണം. പട്ടേരി ഇതിൻ്റെ പേര് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് കൊളുത്തി വലിക്കണം, അതാണ് ഇതിൻ്റെ ടാസ്ക്. ഓക്കെ, സംഭവം റെഡി ആയിക്കണ്ട. ആ ഒരു ടിക്ക് ശബ്ദമില്ലേ, അതിനോട് കൂടി സംഭവം റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ആണ് ഒരു ജീപ്പ് ഓണറിൻ്റെ വിഷമങ്ങൾ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ജീപ്പ് ഭയങ്കര ഇഷ്ടമുള്ളവരല്ലേ? ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും ജീപ്പിനുണ്ട്. ഓണർമാർ ഇങ്ങനെ ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഓണറിൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ കത്തി കൊണ്ട് വരേണ്ടി വരും. അയ്യോ ഗൈസ്, അപ്പോൾ സംഭവം സെറ്റായി. ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഐഗിയർ ഒഴിവാക്കാം. കണ്ടോ? ഇതിപ്പോൾ ഐഗിയറിലായി. മെല്ലെ എടുക്കുക, ഒരു തട്ടിയും കൊണ്ട് എടുത്താൽ ഐഗിയർ റിലീസായി. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകും. കണ്ടോ? കൂളായിട്ട് കയറി പോകാം.